ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിരിസംഭൂതൻ രാമംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാ പുനാതു പുനഃത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 152 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡം നമ്മൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി മറ്റ് പ്രഖ്യാതങ്ങളായ രാമായണങ്ങളിലെ ഈ കഥാഭാഗം എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അതാത് രാമായണങ്ങളിൽ കാണാനുള്ളതെന്ന് സാമാന്യമായിട്ട് നോക്കാം. പ്രധാനമായി ചിന്തിക്കേണ്ടത്, ഇവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും മറ്റ് രാമായണകാരന്മാർ വരുത്തിയിട്ടില്ല. വാൽമീകിയുടെ മാർഗത്തെ പിന്തുടരുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വ്യത്യാസങ്ങളുള്ളത് തന്നെ കഥയുടെ കാമ്പിനെ കാര്യമായിട്ട് സ്പർശിക്കുന്നതുമല്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളൊന്നും തന്നെ കഥയുടെ ഒഴുക്കിനെയോ കഥയുടെ പ്രധാനമായ ഘടനയോ ബാധിക്കുന്ന രീതിയിലല്ലതാനും. അതിൽ പ്രധാനമായിട്ട് ആദ്യത്തെ നമുക്ക് അധ്യാത്മരാമായണം നോക്കാം. അധ്യാത്മരാമായണം മൂലത്തിൽ ഈ മാർഗവിഘ്നത്തെ വർണ്ണിക്കുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, വാൽമീകി രാമായണത്തിൽ മൈനാകപർവ്വതം പൊങ്ങി വന്നിട്ട് സൽക്കരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സൽക്കാര രൂപത്തിലാണെങ്കിൽ അതൊരു വിഘ്നമായി തീർന്നു, അതിനെ മറികടന്നു എന്നുള്ള വർണ്ണനയാണ് ആദ്യം കാണുന്നത്. പക്ഷേ മറ്റ് രാമായണങ്ങളിൽ അധ്യാത്മരാമായണത്തിലൊക്കെ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം നാഗമാതാവായ സുരസ വന്നിട്ട് തടഞ്ഞു. സുരസ, നീ എനിക്ക് ഭക്ഷണമാണെന്ന് പറഞ്ഞു. അവളുടെ ശരീരം ഇതാക്കിയിട്ട് ഹനുമാനെ വിഴുങ്ങാൻ നോക്കി എന്നൊക്കെയുള്ള ആ പരീക്ഷണ ഘട്ടം ഒരു പരീക്ഷണ ഘട്ടമായിട്ടാണ് പറയുന്നത്. മറ്റ് പല രാമായണകാരന്മാർ ഈ ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കഥയുടെ ഒഴുക്കിൽ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല, അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അതിനുശേഷമാണ് മൈനാകം വരുന്നതായിട്ട് ഈ രാമായണങ്ങളിലൊക്കെ ഉള്ളത്. പിന്നെ സിംഹിക അതിൽ പ്രയാസം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ എല്ലാ രാമായണത്തിലും ഒരേപോലെ തന്നെയാണ്. പ്രധാനമായ ഒരു വ്യത്യാസമുള്ളത്, ഹനുമാൻ്റെ സീതാന്വേഷണം വാൽമീകി രാമായണത്തിലെ പോലെ വളരെയൊന്നും വിസ്തരിച്ചിട്ടില്ല. അത്രയൊന്നും വാൽമീകി രാമായണത്തെ അപേക്ഷിച്ച് ഈ അധ്യാത്മരാമായണം 4:1 ഉള്ളൂ എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിനനുസരിച്ച് ആ ഗ്രന്ഥത്തിൻ്റെ അനുവാദത്തിനനുസരിച്ച് ഹനുമാൻ്റെ സീതാന്വേഷണമുള്ള ഭാഗം വളരെയൊന്നും വിസ്തരിച്ചിട്ടില്ല. ഒരു വ്യത്യാസമുള്ളത്, രാവണൻ സീതയെ ചെന്ന് പ്രലോഭിപ്പിച്ചു. അനവധി ആകർഷകമായ വസ്തുക്കളും പ്രലോഭിപ്പിക്കുന്ന സുഖഭോഗ വസ്തുക്കൾക്കായിട്ട് അനേകം ആളുകളോടുകൂടി സീതയുടെ മുമ്പിൽ ചെന്നിരുന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഭാഗം എല്ലാ രാമായണങ്ങളിലും ഉണ്ട്. അധ്യാത്മരാമായണത്തിൽ രാമനൊരു ഈശ്വരാവതാരമായിട്ട് വിചാരിക്കുന്നില്ല. ആ രീതിയിലാണ് രാവണൻ്റെ വിചാരമുള്ളൂ. രാവണൻ വിചാരിക്കുന്നത്, ഞാൻ ആ ഭഗവാന്റെ കൈകളാൽ കൊല്ലപ്പെടേണ്ടവനാണ്, എനിക്ക് മുമ്പ് ശാപം കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ രാക്ഷസനായെന്നൊക്കെയുള്ള ബോധത്തോട് കൂടിയിട്ട് ആ രാമനെ പ്രകോപിപ്പിക്കാനും അദ്ദേഹം ക്രോധിച്ചു വന്ന് തന്നെ വേഗത്തിൽ വസിച്ചു കൊള്ളട്ടെ എന്നുള്ള ഭാവനയോടുകൂടി ആണ് സീതയുടെ മുമ്പ് ചെന്നിട്ട് ഈ അഭ്യർത്ഥന നടത്തുന്നതെന്ന്. കാരണം രാവണന് മനസ്സിലായിട്ടുണ്ട്, ഹനുമാൻ അഥവാ ഏതെങ്കിലും ചാരൻ വരും, ആ ചാരന്മാർ മുഖാന്തരം താൻ സീതയെ ഇങ്ങനെ കാമാഭ്യർത്ഥനകളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് രാമൻ അറിയും. രാമൻ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ക്രുദ്ധനായി തന്നെ വധിക്കാൻ താമസമില്ലാതെ പുറപ്പെടും. അപ്പോൾ അതുകൊണ്ട് തനിക്ക് ജന്മം അങ്ങനെ തീരും, ഇതിൽ വൈകുണ്ഠ ലോകത്തേക്ക് പ്രവേശിക്കാം എന്നൊക്കെ. ഇത് അധ്യാത്മകാലത്തിൻ്റെ സവിശേഷതയാണ്. എല്ലാതിലും രാമൻ ഈശ്വര ഭാവത്തിൽ കാണുന്നതുകൊണ്ട്
ഈ രാവണൻ പോലും ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യാൽ ഞാൻ വധിക്കപ്പെടണം, അതിനെ വധിക്കപ്പെടാൻ തക്കവണ്ണം കാര്യങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് രാവണൻ ബോധപൂർവം സീതയുടെ അടുത്ത് ചെന്നിട്ട് അനേകം പ്രലോഭനം നടക്കാതിരിക്കുകയോ ഭീഷണിയൊക്കെ പ്രയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ഇത് എഴുത്തച്ഛൻ കിളിപ്പാട്ടിലും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് വർണ്ണനകളൊക്കെ നല്ല എഴുത്തച്ഛൻ്റെ വർണ്ണന അധ്യാത്മരാമായണത്തിൽ വളരെ രസകരവും വളരെ ഇതിന് വാക്ശില്പമാക്കി മാറ്റി തീർത്തിട്ടുണ്ട്. മൂലഗ്രന്ഥത്തിൽ ചിലതൊക്കെ ഒരു പത്ര റിപ്പോർട്ട് പോലെ ഏറെക്കുറെ നിർവികാരമായിട്ടാണ്. പക്ഷേ എഴുത്തച്ഛൻ അതിനൊക്കെ പൊലിപ്പിച്ചെടുത്ത് അതിമനോഹരമായ പദങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ പൊലിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ലങ്കയിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടം മുതൽക്ക് ഉള്ള ഭാഗങ്ങളൊക്കെ നോക്കിയാൽ എഴുത്തച്ഛൻ്റെ അനിതര സാധാരണമായ പാഠവും ഒക്കെ നമുക്ക് കാണാം. വർണ്ണനയുള്ള പ്രകൃതി ചപലനും മതിക ചപലമജലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകൾ അടിവലരു മകതളിലോർത്തുകൊണ്ടഞ്ജനാനന്ദനഞ്ജസാ നിർഭയം വായിക്കുമ്പോൾ ഓരോരോ അടി മുമ്പോട്ട് വെക്കുന്നതായിട്ട് അനുഭവം ഉണ്ടാവും. ഉടൽ കടുകിനോട് സമമിടത്തുകാൽ മുമ്പിൽ വെച്ച് ഉള്ളിൽ കിടപ്പൻ തുടങ്ങുന്ന ചന്ദ്രരെ ഇടതുകാലം വെച്ച് കിടക്കണം എന്ന് വിചാരിക്കുന്നത് ലങ്കയ്ക്ക് നാശം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു എന്നാണ്. അങ്ങനെ ഈ കവിയെ എല്ലാവരും കൂടിയിട്ട് കണ്ടെത്തുന്നതും ലങ്കാലക്ഷ്മി ആദ്യം തടയുന്നു. ലങ്കാലക്ഷ്മി ഇത് രാമദൂതനായ ഹനുമാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രഹരം ഏറ്റുവാങ്ങിയ ശേഷം തനിക്ക് പണ്ട് ശാപം ഉണ്ടായതുകൊണ്ടാണ് ഈ രാവണഗ്രഹത്തിൽ അതിനെ പാലിക്കുന്നവളായി നിൽക്കേണ്ടി വന്ന് ഇപ്പോൾ എനിക്ക് ആ മോക്ഷത്തിനുള്ള അവസരമായി എന്ന് പറഞ്ഞു. എഴുതുന്നത് ഒരു കവിയോടൊരു ദിവസം വണ്ടിച്ചെടുതികൾ നീ എന്ന് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ പോയ സന്ദർഭം അതൊക്കെ വാൽമീകമാനത്തിലുള്ളത് തന്നെയാണ്. അധ്യാത്മമായ മൂലത്തിലും കിളിപ്പാട്ടിലുമുള്ളത്. ആവർത്തനം വേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ആ പദ്യങ്ങളൊന്നും ഉദ്ധരിക്കാത്തത്. ഇതൊക്കെ കുറേ പോലെ രാവണന് സ്വപ്നങ്ങളിലായി എന്നുള്ള കാര്യം. പക്ഷെ രാമൻ സാക്ഷാൽ ജഗന്നാഥനാണ്, വിഷ്ണുവാണ്. ആ വിഷ്ണു എന്നെ വധിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്നു എന്നൊന്നും വാൽമീകി യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിൽ പറയുന്നില്ല. അധ്യാത്മരാമായണത്തിൽ ആവർത്തി പറയുന്നുണ്ട് രാമനെക്കുറിച്ചുള്ള. പിന്നെ ശ്രീരാമന് സീതയെ അടുത്ത് ചെന്നിട്ട് അനേകം തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ സീതയ്ക്ക് തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഉണ്ടാകുമെന്ന് പ്രലോഭിപ്പിക്കുന്ന ഭാഗമൊക്കെ വളരെ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാമനെക്കുറിച്ച് അധ്യാത്മരാമായണത്തിലുള്ള സ്തുതി നിന്ദയാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സ്തുതിയാണ്. അതായത് അദ്ദേഹം യഥാർത്ഥത്തിൽ ആർക്കും മനസ്സിലാകുന്ന സ്വഭാവത്തോടു കൂടിയവരല്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഗുണവാനാണെങ്കിലും ദോഷം ചെയ്യുന്ന ആളാണെന്നുള്ള നാട്ടിൽ വർണ്ണിക്കുകയാണ്. പക്ഷേ ആന്തരാർത്ഥമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാമനെ പോലത്തുന്നതായ അർത്ഥം അതിനുണ്ട്. ഇങ്ങനെ രണ്ടു തരത്തിൽ വ്യാജസ്തുതി എന്നോ പറയാവുന്ന സുമുഖി ദശരഥനേനാതിനക്കേതുവേ സുന്ദരി കാര്യമില്ലെന്നു ധനിക്ക നീ ഒരു പൊഴുതും അവന് പുനരൊന്നിലും ആശയില്ലോർത്താലൊരു ഗുണമില്ലവനോലേ ഒക്കെ അധ്യാപനമാണ് മൂലത്തിലുള്ള തന്നെ എഴുത്തച്ഛൻ വിസ്തരിച്ച് പറഞ്ഞതേ ഉള്ളൂ. യഥാർത്ഥം അവൻ ഗുണമില്ലാത്തവനാണ് രാമൻ എന്ന് പറഞ്ഞാൽ ലൗകിക ദൃഷ്ടിയ ഒരു മോശമായ സംഗതിയാണ്. ആധ്യാത്മിക ദൃഷ്ടിയിൽ നിർഗുണനായ പരബ്രഹ്മൻ തന്നെയാണ് രാമൻ എന്ന് വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ വർണ്ണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അയാൾക്ക് നിന്നോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഒരു കാട്ടാള സ്ത്രീ നിന്നെയൊക്കെ ഒരുപോലെ കരുതുന്നയാളാണ്. തവ ഗുണസമുദയം അലിവോടു ഭുജിക്കലും താല്പര്യം നിന്നിലില്ലവനേതുമേ ശരണം ഒരുവരും ഒരിക്കലും ഇല്ലിനി ശക്തിഹീനൻ വരികയോ ഇല്ലല്ലോ. അയാൾക്ക് ആരും ശരണമില്ല എന്ന് പറയുമ്പോൾ ആധ്യാത്മികം നോക്കിയാൽ ഭഗവാന് ശരണം പ്രാപിക്കാൻ നിൽക്കണം ആരുമില്ല. ലോകം മുഴുവൻ ഭഗവാന് ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ രാമൻ്റെ ഗുണവിശേഷങ്ങളായിട്ടും കൂടി മനസ്സിലാകത്തക്ക രീതിയിലാണ് രാമനെ നിന്ദിക്കുന്നു എന്ന മട്ടിൽ പറയുന്നത്. കീർത്തിഹീനൻ കർമ്മജ്ഞൻ ദുലോം അമ്മവൻ ആരോടും മമതയില്ലാത്തവനാണ്, കീർത്തിഹീനനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള രാമൻ ആലോചിച്ചിരിക്കേണ്ട, എന്നെ പ്രാപിച്ചോളൂ. എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ സകല ഭോഗവസ്തുക്കളും നിനക്ക് പ്രാപ്യമായി തീരും.
മറ്റ് ഭാര്യമാരൊക്കെ മേടിച്ച് ഞാൻ നിന്നെ പട്ടമൊഴിയായിട്ട് വാഴിക്കാം എന്നൊക്കെ കേമമായിട്ട് പറയാൻ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സീത അത്യന്തം ക്രുദ്ധയായിട്ടൊരു പുല്ല് പൊട്ടിച്ച് മുമ്പിലിട്ടിട്ട് ആ പുല്ലിനോട് പറയുന്ന പോലെ, എൻ്റെ ഈ വാക്കുകളൊന്നും ശരിയായ വാക്കുകളല്ല, ഞാൻ എനിക്ക് യോജിച്ചവളല്ല. സിംഹിയെ ഒരു കുറുക്കൻ മോഹിക്കുന്ന പോലെ ദുർബലവും യഥാർത്ഥവുമായ മോഹങ്ങളാണ് നിൻ്റെത് എന്ന് പറയുകയും, എന്നാണോ ഞാനിവിടെ ഉണ്ട് എന്ന് ആ രാമൻ അറിയുന്നത് അതുവരെ നിനക്ക് ജീവനുള്ളൂ ഭീഷണിപ്പെടുത്തി ചോദിച്ചയാൾ കേട്ട് ക്രോധിച്ചു. രാവണൻ വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. ആ സമയത്ത് വാൽമീകി രാമായണത്തിലുള്ളത് ധന്യമാലി എന്നൊരു സ്ത്രീ, രാവണൻ്റെ അനേക പത്നിമാരിലൊരുവളാണ് ധന്യമാലി. അവൾ വന്നിട്ട് രാവണനെ പിന്തിരിപ്പിച്ചു. എന്നെപ്പോലെ അങ്ങയോട് കാമം കാണിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരിക്കെ തന്നോട് കാമമില്ലാത്ത ഇവളെ എന്തിനങ്ങ് ഭാവിക്കാൻ ബന്ധപ്പെടുന്നു, അവളോട് എന്തിനാണ് ഇങ്ങനെ യാചിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് രാവണനെ പിന്തിരിപ്പിച്ചു എന്നാണ്. പക്ഷേ അധ്യാത്മരാമായണത്തിൽ മറ്റു പല രാമായണങ്ങളുള്ളത് സാക്ഷാൽ മണ്ഡോദരി തന്നെ, രാവണൻ്റെ പ്രധാന ഭാര്യയായ മണ്ഡോദരി തന്നെ രാവണനെ പിന്തിരിച്ചു. ആത്മഭർത്താരം പിടിച്ചടക്കിയിടുന്നാൾ എന്നാണ് എഴുത്തച്ഛൻ രാമായണത്തിൽ. അവൾ പറഞ്ഞു, അതിങ്ങനെ കാമം കൊണ്ട് ഉന്മാദനായിട്ട് എന്നതല്ല. കാരണം ഇവൾ പതിവ്രതയായിട്ട് സ്വഭർത്താവിനെ തന്നിച്ച് കഴിയുന്നവളാണ്. പാർത്ഥൂപ ആദിവൃത്യമാലൻ്റെ രാഘവം പകലിരവ നിഹിചരിക പരുഷവചനം കേട്ടു പാരം വശം കെട്ടുരിക്കുന്നതും ഇവൾ ദുരിതം ഇതിലധികം ഇഹ നഹി സുദുർമതേ. ദുർബുദ്ധി എന്നൊക്കെയാണ്, ബുദ്ധിയോട് കൂടിയവനെയാണ് രാവണനെ മണ്ഡോദരി വിളിക്കുന്നത്. ഇതിനേക്കാൾ പതിവ്രതയെ ദ്രോഹിക്കുന്നതിനേക്കാൾ ദുരിതം ഇനി വരാമെന്നില്ല, അതുകൊണ്ട് നിനക്കിത് പറ്റിയതല്ല, നിനക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവണനെ പിന്തിരിപ്പിച്ച് രാവണൻ വാൽമീകി രാമായണത്തിലുള്ളത് പോലെ ഈ രാക്ഷസികളോട് ഇവിടെ എനിക്ക് വശയാക്കി തരാൻ വേണ്ടതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊന്നും വ്യത്യാസങ്ങളില്ല. ഇവിടെ ധന്യമാര് പിടിച്ചടക്കിയെന്നാണ് വാൽമീകി രാമായണത്തിലുള്ളത്, ഇവിടെ അങ്ങനെയല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ലങ്കാദഹനം മുതലായത് അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് കിളിപ്പാട്ടിൽ കാണുന്നത്. ഒരു അധ്യാത്മരാമായണം മൂലം വായിച്ചു നോക്കിയാൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു നിർവികാരമായൊരു വിവരണം പോലെ തോന്നുള്ളൂ. അത് അങ്ങേറ്റം ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ്റെ പദങ്ങളുടെ ഘടനയൊക്കെ അതാണ്. ഓരോ ഭാഗവും അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ വളരെ ഒരു വാക്ശില്പമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ ചെയ്തതെന്ന് പറയാം. എഴുത്തച്ഛൻ്റെ രാമായണമായിട്ടാണ് കൂടുതൽ ആൾക്ക് പരിചയമുള്ളത്. ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഈ ലങ്കയ്ക്ക് തീ വെച്ചപ്പോൾ ദഹനശിഖകളിലും ഹന്ത ആ വർണ്ണനകളൊക്കെ വൈകുണ്ഠലോകത്തോളം അഥവാ ഇന്ദ്രപുരി വരെ ചെന്നു ഈ തീജ്വാലകൾ. അഹമഹവികാധിയ എന്നാണ്, ഞാൻ മുമ്പേ എന്നുള്ള നിലയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണ് രാവണൻ്റെ കോട്ടകൊത്തളങ്ങളൊക്കെ ഭസ്മായിരിക്കുന്നുവെന്ന് ഇന്ദ്രൻ അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള വിശദമായ വർണ്ണനകളുണ്ട്. ഇതൊന്നും അതിലൊന്നും അധികം വിസ്തരിക്കണ്ടായില്ല. നമ്മൾ വിസ്തരിക്കുക എന്നുണ്ടെങ്കിൽ അതിൽ ഓരോ വരിയും ഉദ്ധരിച്ച് പറയണം. അത് അധികം സമയമെടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രധാന വ്യത്യാസങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാൻ. ഈ ഹനുമാൻ രാവണനോട് പറയുന്നെങ്കിൽ, ഒന്നോർക്ക രാമപ്രിയദാസനാണ് ഞാൻ, എന്നോടടുക്കുകയില്ലൊരു കോടി രാവണർ. അധ്യാത്മരാമായണം മൂലത്തിൻ്റെ തർജ്ജമയിൽ കപ്രശ്ശേരി അപ്പുണ്ണിക്കൈവണ്ണം എഴുതുന്നത്. അതൊക്കെ തന്നെയാണ് കിളിപ്പാട്ടിലും കാണുക. നിന്നോടെ ധീരൊരു 100,000 രാവണന്മാരൊരു ഉമിച്ചേർത്തിയിടിലും മമ ചെറുവിരൾക്ക് പോരാ ദൃഢം നീ എന്തു കാട്ടുന്നിതെന്നോട് കശ്മല എന്നൊക്കെയുള്ള വാഗ്ധോരണിയൊക്കെ കിളിപ്പാട്ടിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ലങ്കയ്ക്ക് ഹനുമാൻ തീ വെച്ചതും ലങ്കാവാസികളുടെ ദീനദീനമായ വിലാപവും ഒക്കെ വർണ്ണിച്ച ശേഷം ഇങ്ങനെ ലങ്ക ദഹിപ്പിച്ചെങ്കിലും അത് വീണ്ടും അതേപോലെ ഉണർന്നു വന്നു. അതുകൊണ്ട് അനിലസുതൻ ഇത് ദഹിപ്പിച്ചതെങ്കിലും ഭൂതീപരിപൂർണമായി വന്നത് അത്ഭുതം എന്ന് ഒരു ശ്ലേഷപ്രയോഗത്തോടെയാണ് തച്ചനത് ചെയ്യുന്നത്. ഭൂതിൻ്റെ ഭസ്മം എന്ന് അർത്ഥമുണ്ട്, ഐശ്വര്യം എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ ലങ്കയെ ഭസ്മാക്കിയെങ്കിൽ ലങ്ക ഭൂതി പരിപൂർണമായി എന്ന് പറഞ്ഞാൽ ലങ്ക പഴയ പോലെ ഐശ്വര്യത്തോട് കൂടിയിട്ട് വരികയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്
പിന്നെ സീതയെ ആശ്വസിപ്പിച്ചു. സീത ആശ്വസിപ്പിച്ച ശേഷം ഹനുമാൻ തിരിച്ചു വരികയും ചെയ്തു. അതിലൊന്നും പ്രധാന വ്യത്യാസങ്ങളില്ല എന്ന് കാണിക്കാനാണ് ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞത്. രാമചരിത മാനസത്തിലേക്ക് കടന്നാൽ ഹനുമാൻ നേരിടുന്ന ആദ്യത്തെ യുദ്ധം വാൽമീകി രാമായണത്തിലെ പോലെ തന്നെ മൈനാകപർവ്വതത്തിൻ്റെ സൽക്കാരം തന്നെയാണ്. അധ്യാത്മരാമായണത്തിലെ പോലെ സുരസ ഒന്നും അല്ല പറയുന്നത്. സുരസ രണ്ടാമതായിട്ടാണ്. പിന്നെ സീതയെ അന്വേഷിച്ച് ലങ്കാനഗരത്തിൽ മുഴുവൻ ചുറ്റുമ്പോൾ വിഭീഷണ ഗ്രഹത്തിൽ നിന്ന് നാമജപം കേട്ടു എന്നൊരു വർണ്ണന രാമചരിത മാനസത്തിൽ പുതുതായിട്ടുണ്ട്. അത് അധ്യാത്മരാമായണത്തിലോ വാൽമീകി രാമായണത്തിലോ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ നാമജപഘോഷമോ കേട്ടപ്പോൾ ഇദ്ദേഹം ഭക്തനാണെന്ന് ഹനുമാൻ മനസ്സിലായി എന്നൊക്കെയുള്ളൊരു വിവരണവും കൂടി തുളസീദാസൻ എഴുതി ചേർത്തിട്ടുണ്ട്. അത് മൂലത്തിലില്ലാത്തതാണ്. പിന്നെ ബ്രാഹ്മണ രൂപത്തിലാണ് ഹനുമാനെ വിഭീഷണൻ കണ്ടതെന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിലെ വിഭീഷണൻ മുൻകൂറായിട്ട്, അതായത് ഈ ലങ്കയിലെ ഉദ്യാനങ്ങളൊക്കെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഹനുമാനെ കണ്ടു എന്ന് വർണ്ണിച്ചിട്ടില്ല. പക്ഷേ രാമചരിത മാനസത്തിൽ അങ്ങനെയല്ല. രാവണനെ സീതയെ വധിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് മണ്ഡോദരിയാണ് എന്നാണ് അധ്യാത്മരാമായണ മൂലത്തിലുള്ളതുപോലെ തന്നെ രാമചരിത മാനസത്തിലുള്ളത്. ഹനുമാൻ സീതയോട് സംസാരിക്കുന്നതിന് മുമ്പ് രാമനാമാങ്കിതം, രാമൻ്റെ പേര് കുത്തതായ മോതിരം ഈ ഹനുമാൻ മരത്തിൻ്റെ ശാഖയിൽ നിന്ന് താഴേക്ക് ഇട്ടുകൊടുത്തു എന്നാണ് രാമചരിത മാനസത്തിൽ. അപ്പോൾ രാമൻ്റെ നാമത്തോടു കൂടി ഈ മോതിരം എവിടുന്ന് വന്നു എന്ന് അവൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ അതിനോട്ട് നോക്കിയപ്പോൾ ഈ ഹനുമാനെ കണ്ടു എന്നാണ്. വാൽമീകി രാമായണത്തിൽ അങ്ങനത്തെ ഒരു പരാമർശമില്ല. വാൽമീകി രാമായണത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. രാമൻ്റെ മനോഹരമായ ചരിത്രം മനോഹരമായ സ്വരത്തിൽ ആലപിക്കുകയാണ് ഹനുമാൻ ചെയ്തത്. അങ്ങനെ സീതയെ ആകർഷിച്ച ശേഷം താഴേക്ക് ഇറങ്ങി വരിക ചെയ്തു. ഇവിടെ രാമചരിത മാനസത്തിൽ അങ്ങനെയല്ല, മോതിരം താഴേക്ക് ഇട്ടുകൊടുത്തു എന്നാണ്. അപ്പോൾ ആ മോതിരം കണ്ടപ്പോൾ അവൾ സ്വാഭാവികമായിട്ടും കൗതൂഹലം ഉള്ളവളായി തീർന്നു എന്നാണ്. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് പിന്നീടാണ് ഹനുമാൻ വിസ്തരിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇനി കമ്പരാമായണത്തിലേക്ക് കടന്നാൽ കമ്പരാമായണത്തിലെ പുതിയതായ ചില കൽപ്പനകളൊക്കെ കമ്പൻ എഴുതി ചേർത്തിട്ടുണ്ട്. അവിടെ മാർഗവിഘ്നം വരുത്തുന്നത് സുരസയാണ്. ആദ്യമായിട്ട് മാർഗവിഘ്നം വരുത്തുന്നത് അധ്യാത്മരാമായണ മൂലത്തനുസരിച്ചും കൊണ്ടാണ്. പിന്നീടാണ് മൈനാകവും സിംഹിയും ഒക്കെ ഹനുമാൻ തടസ്സം ഉണ്ടാക്കുന്നതായിട്ട് വർണ്ണിക്കുന്നത്. ലങ്കാലക്ഷ്മി വിളകാവുന്ന സമയത്ത് ഒരു വിദ്യ ലങ്കാലക്ഷ്മി ഹനുമാനിൽ നിന്ന് പ്രഹരം കിട്ടിയ ശേഷം പിന്തിരിഞ്ഞു പോയി. അതിനുശേഷം എല്ലാ ദിക്കിലും ഹനുമാൻ ചുറ്റി സഞ്ചരിക്കുന്നതായി വാൽമീകി രാമായണത്തിലും അധ്യാത്മരാമായണത്തിലൊക്കെ ഉണ്ട്. അതേപോലെ കമ്പരാമായണത്തിലുണ്ട്. പക്ഷെ കമ്പരാമായണത്തിൽ പുതിയൊരു പ്രയോഗമുള്ളത് ആളുകൾ ഉറങ്ങിപ്പോകാന്നൊക്കെ ഉള്ളതായൊരു മന്ത്രം ജപിച്ചു ഹനുമാനോ. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രം എഴുതി താഴെ കിട്ടുന്നു. ആ മന്ത്രത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് രാക്ഷസന്മാരൊക്കെ ഗാഠനിദ്രയിൽ ആയിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഹനുമാൻ വെട്ടുന്നളവില്ലാതെ ലങ്കയിലെ മുക്കുമൂലയൊക്കെ പരിശോധിക്കാൻ സാധിച്ചതെന്നുള്ള ഒരു കാര്യം പുതുതായിട്ട് കമ്പൻ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രം അവിടെ നിക്ഷേപിച്ചു എന്ന്. ആ മന്ത്രം താഴെ കിട്ടുന്നത് അവരൊക്കെ ഉറങ്ങിപ്പോയി എന്നാണ്. പിന്നെ വിഭീഷണത്തിൽ നിന്ന് ഭജനയും അർച്ചനയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതും കമ്പൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാവണനെ താൻ തന്നെ വധിച്ചു കളഞ്ഞാലോ എന്ന് ഹനുമാൻ ആലോചിച്ചു. പിന്നീട് വിചാരിച്ചു അത് സൂര്യവംശതിലകമായ രാമൻ്റെ അഭിമാനത്തിന് ചേർന്നതല്ല എന്ന് വിചാരിച്ചിട്ട് കൊല്ലാതെ വിട്ടു എന്നാണ്. ഇത് കമ്പന് പ്രത്യേകം പറയുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വാൽമീകി രാമായണത്തെ അധ്യാത്മരാമായണത്തെയൊക്കെ അനുസരിക്കുന്നത് തന്നെയാണ്. ഇനി തുളസീദാസൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. തുളസീദാസൻ ഈ നാമജപത്തിൻ്റെ കാര്യം അവിടെ പറയുന്നില്ല. ഇവരൊക്കെ ഇത്ര ചുരുക്കി പറഞ്ഞൊന്നുമല്ല, വളരെ വിസ്തരിച്ചില്ല എഴുതിയിട്ടുണ്ട്. ഈ ഹനുമാൻ്റെ ലങ്കയിലുള്ള അന്വേഷണം, ഹനുമാൻ സീതയെ കണ്ടെത്തുന്നത് ഒക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വാൽമീകി രാമായണത്തിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അത് പറയാത്തത്. ഇനി ചമ്പു, ഭാഷാരാമായണ ചമ്പു, പൊന്നമ്പൂരിയുടെ ചമ്പുവിലേക്ക് പ്രവേശിച്ചാൽ ചമ്പുവിലുള്ളത് സുന്ദരകാന്ഡത്തിലെ മൊത്തം പ്രതിപാദ്യത്തെ രണ്ട് ഭാഗമായി തിരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്
ഉദ്യാനപ്രവേശം വന്നു. രണ്ടാമത് അങ്കുലീയാങ്കം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, കിഷ്കിന്ധാകാന്ഡത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഹനുമാന്റെ യാത്രയൊന്നും തൊട്ടടുത്തായിട്ടല്ല കാണുക. അതൊക്കെ അങ്കുലീയാങ്കത്തിൽ പിന്നെ വർണ്ണിക്കായിരുന്നു. മറിച്ച് നമ്മൾ കാണുന്ന സീതയെ അപഹരിച്ച് അശോകവനികയിൽ ഇരുത്തി രാവണൻ. എന്നിട്ട് രാവണൻ എന്തൊക്കെ ചെയ്തു എന്ന് വർണ്ണിക്കായിരുന്നു. ഈ വാനരന്മാർ സീതയെ തിരഞ്ഞു നടന്നതോ ഒന്നും സന്ദർഭമോ ആ ഭാഗത്ത് വർണ്ണിക്കുന്നില്ല. അതൊക്കെ ശേഷമാണ് വർണ്ണിക്കുന്നത്. ഇങ്ങനൊരു ഘടനാപരമായ വ്യത്യാസം കഥയുടെ മുൻപിൻ ഭാഗങ്ങളിൽ ഇങ്ങനെ ചില വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഉദ്യാനപ്രവേശത്തിൽ രാവണൻ ഈ അശോകവനികയിലേക്ക് ധാരാളം ഭോഗവസ്തുക്കളൊക്കെ ആയിട്ട് അനേകം തോഴിമാരാൽ സേവിക്കപ്പെട്ടുകൊണ്ട് ചെല്ലുന്നതും ആ വസ്തുക്കളൊക്കെ സീതയുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് സീതയെ പ്രലോഭിപ്പിക്കുന്ന ആ രംഗങ്ങളൊക്കെ ചമ്പുൽ വളരെ വിസ്തരിച്ച് ഓർമ്മിച്ചിട്ടുണ്ട്. അത് ചമ്പുക്കളുടെയും അല്ലെങ്കിൽ ഈ പുനത്തിൻ്റെയൊക്കെ ഭാഷാരീതിക്ക് രീതിക്കനുസരിച്ച് വളരെ വിശദമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്, അവിടുത്തെ എന്തൊക്കെയാണ് അഭ്യർത്ഥിച്ചത് എന്നൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഏറെക്കുറെ പച്ചയായിട്ട് തന്നെ രാവണൻ പറയുന്നത്, അല്ലയോ സീതയെ, നമ്മൾ തമ്മിലാണ് യോജിപ്പുള്ളത്. ആ രാമനുഭവത്തിന് കൊള്ളാത്തവനാണ്, അവനെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ എല്ലാ രാവണത്തിലുള്ളവരുണ്ട്. പക്ഷെ അതുകൊണ്ട് നീ എന്നെ സ്വീകരിക്കുമോ, നമ്മൾ തമ്മിലുള്ള യോജിപ്പാണെന്നൊക്കെയാണ് രാവണൻ പറയുന്നത്. അതിൽ 4-5 ശ്ലോകങ്ങൾ മുഴുവനുള്ളത് അതുകൊണ്ട് കച്ചർന്ന കൊങ്ക ഉണർവൻ ധരികോമലേ നീ അവസാനിക്കുന്ന ഇങ്ങനെയൊക്കെ പച്ചയായിട്ടുള്ള ശൃംഗാരം, കാമാഭ്യർത്ഥന തന്നെയാണ്. അതേസമയം ഈ രാവണൻ അനേക വസ്തുക്കളോട് കൂടിയിട്ട് പോയി എന്ന് പറയുന്ന സമയത്ത് വളരെ വിസ്തരിച്ചിട്ടാണ് പുനം വർണ്ണിക്കുന്നത്. പ്രാചീരമണീവദനം പോലെ രജനീയോഷാമുകുരം പോലെ ഐന്ദ്രീകനകത്തോടെ കണക്കെ മദന പെണ്ണാലി കണക്കെ സുരതപുരോരെഴുമാവണ പോലെ മന്മഥ വരവിലെതിർത്ത് പിടിക്കും വെൺമുത്തുക്കുട തന്നെ പോലെ. ഇതൊക്കെ രാവണൻ്റെ ആ പോക്കിന് രാവണൻ്റെ കരുതിയിട്ടുള്ള അനേകം ഭോഗവസ്തുക്കളെയും കുറിച്ച് വളരെ വിസ്തരിച്ചാണ് പറഞ്ഞത്. ഈ വർണ്ണനകളൊക്കെ കലശലായിട്ടുണ്ട്. പീയൂഷത്തിൽ തന്നെ വിളങ്ങും കർപ്പൂരപ്പൊടി തൂകില പോലെ ത്രൈലോക്യത്തിൻ പുഞ്ചിരി പോലെ പാൽക്കട പോന്നു വരുന്ന കണക്കെ പാണ്ഡുരഭസ്മഞ്ചിതറിന പോലെ പെൺകളിയെങ്ങും തേച്ച കണക്കെ മുത്തുകൾ കൊണ്ട് വിരിച്ച കണക്കെ കൊടുമൈ വളരും മധുര നിലാവിൽ പ്രഭ കണ്ട് അഖില നിശാചര ദിവഹം. അങ്ങനെ അവിടെ തണ്ട് തൂങ്ങി എല്ലാവർക്കും നിലാവ് വരുന്നു. ആ സമയത്ത് അവരെല്ലാം ഭോഗലാലസന്മാരായിരുന്നു രാക്ഷസന്മാരൊക്കെ എന്നൊക്കെയുള്ള വളരെ വിസ്തരിച്ച വർണ്ണനയാണ്. എന്നിട്ട് സീതയുടെ അടുത്ത് ചെന്നിട്ട് അനേക തരത്തിൽ അവളെ മോഹിപ്പിക്കാന്നൊക്കെ വണ്ണം ചെയ്തു. നേരം ചുറ്റുമുറ്റായ അമരപുര ചകോരാക്ഷിമാരങ്ങുമിങ്ങും നിന്നു കൺകൊണ്ടു സീതാവിടയിടവടിവോട് ആസ്വദിപ്പിച്ചു ദൂരെ. സീതയുടെ 4 രാഷ്ട്രീയമാർ നിന്നിട്ട് അവിടെ ആസ്വദിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഈ രാവണൻ ചെന്നിട്ട് എന്താ ചെയ്തത്? അദ്ദേഹം കാഴ്ചയും വെച്ചു സകലപദ നിഷ്യന്തിനിയും വാചമൂചേ ഇങ്ങനെ വാക്ക് പറഞ്ഞു. ഞാനൊക്കെ യോജിച്ച ആളാണ്, ലോകത്തിന് മുഴുവൻ അധിപനായിരിക്കുന്ന ആളാണ്, എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സാധിക്കാത്തതായ ഭോഗങ്ങളൊന്നുമില്ല എന്നുകൊണ്ട് തുടർച്ചയായിട്ട് ഏറെക്കുറെ പച്ചയായിട്ട് തന്നെ ഈ കാമാഭ്യർത്ഥന ചെയ്യാണ്. ഐശ്വര്യശാലി ദശകന്ധരനോ മലേ ഞാൻ വിശ്വൈകരമ്യ തനുവല്ലരി ജാനകീനി. രാവണൻ്റെ ഗുണവും സീതയുടെ ഗുണവും വന്നിട്ട് അത് നമ്മൾ തമ്മിൽ വളരെ യോജിപ്പുണ്ട്. ഞാൻ ലോകത്തിൽ ഐശ്വര്യശാലിയായ രാവണനാണ്, നീയാകട്ടെ അങ്ങേയറ്റം രമ്യതനുവല്ലരിയാണ്, അതായത് സുന്ദരിയാണ്. പിന്നെ വാച്ചോര് യൗവനം ഇരുവർക്കും 2 പേർക്കും യൗവനമാണ്. രാവണന് എത്രയോ വയസ്സായി, പക്ഷെ രാവണൻ പറഞ്ഞ് എനിക്ക് യൗവനാണ്, അതുകൊണ്ട് കച്ചർന്ന കൊങ്ക ഉണർവാൻ ധരികോമലേ നീ സാരസ്യ കേളിമണി മംഗളമന്ദിരം നീ വീരക്ഷിതീശ്വര ശിഖാമണി വാലിയേ ഞാൻ യഥാർത്ഥത്തിൽ വീരന്മാർക്കൊക്കെ അധിപനായിട്ടുള്ള ആളാണ്. നീയാകട്ടെ സാരസ്യമായിരിക്കുന്ന രതിക്രീഡകൾക്കൊക്കെ അവലംബമായിരിക്കുന്ന ശരീരത്തോടു കൂടിയവളാണ് എന്നിങ്ങനെ അധികമായിട്ട് വർണ്ണിക്കുകയാണ്.
അങ്ങനെ ധാരാളമായിട്ട് വർണ്ണിച്ചു. അവൾ അതിനൊക്കെ മറുപടി പറയാതെ അവസാനം ക്രോധത്തോട് കൂടിയിട്ട് നീ ഞാനും തമ്മിൽ ഒരിക്കലും യോജിക്കാത്തതാണ്. രാക്ഷസേശ്വര നിനക്ക് ഹിതം നീ ഓർക്ക കഷ്ടമിതീവ വിശേഷാൽ. നിൻ്റെ ഈ പുറപ്പാടൊക്കെ വളരെ കഷ്ടമാണ്. എന്നെ ആ ഭർത്താവായ രാമന് സമർപ്പിക്കുകയാണ് നിനക്ക് നല്ലത്. അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവൻ ബാക്കിയുണ്ടാവില്ല എന്നൊക്കെ പറയുക. നിനക്ക് ജീവിക്കയിലുണ്ടൊരാശ മനസ്സിലെങ്കിൽ കഴിവുണ്ടിതാനും അനർത്ഥമില്ലെന്നെ എടുത്തു നേരെ വനത്തിലാക്കിത്തൊഴു രാമചന്ദ്രം. എന്നെ വനത്തിൽ കൊണ്ടാക്കിയിട്ട് ആ ശ്രീരാമചന്ദ്രനെ തൊഴിലാണ് നല്ലതെന്ന് പറഞ്ഞു. അതൊക്കെ ഈ ഒരു ശ്ലോകം മാത്രമല്ല, ധാരാളം ശ്ലോകങ്ങളിലൂടെയാണ് മറുപടിയും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം അതിന് പിന്തിരിയാൻ പറ്റില്ല, മറിച്ച് വധിക്കാനായിട്ട് പുറപ്പെട്ടു എന്ന് പറയാം. വരഗുണപതി ഹന്ത നീ എന്തു കൺകൊണ്ടു നോക്കാഞ്ഞതയ്യോ തെളിഞ്ഞൊന്നു നോക്കേണം ഇപ്പോൾ മുതിർന്നമ്പടന്തിത്തമം വെൺമണി ഗ്രാമതു വെണ്ണിലാവേ. വീണ്ടും വീണ്ടും കാമാഭ്രത നടത്തുക. നീ എന്നെ നോക്കാത്തതാണ്, ഞാൻ ആപ്പോൾ കാമാസക്തനായിട്ട് ഇങ്ങനെ ഇത്തന്നിശാചരപതേവചനം നിശമ്യ ക്രുദ്ധ വിദേഹതനയാ വിദയം ഭാഷേ. എന്നുള്ള നിരന്തരമായ കാമാഭ്യസന കേട്ടപ്പോൾ സീത ക്രുദ്ധിച്ചിട്ട് പറഞ്ഞു, ഓർക്കേണം നീ നടേ നിൻകുലതിലകമയിന്താടകം പിന്നെയും. എന്നിട്ട് രാമൻ്റെ കേമത്തൊക്കെ പറയാണ്. രാഷ്ട്രവംശത്തിൽ ജനിച്ച താടക രാമൻ പണ്ട് കൊണ്ടിട്ടുണ്ട്, രാഷ്ട്രന്മാരെയൊക്കെ ജനസ്ഥാനത്ത് വധിച്ചിട്ടുണ്ട്, ഇതൊക്കെ നീ നന്നായിട്ട് ഓർമ്മിക്കേണ്ടതാണ് പറഞ്ഞു. അതേസമയം രാവണനാകട്ടെ രാമൻ്റെ ഈ പ്രവൃത്തികളൊക്കെ നിസ്സാരമായി കണക്കാക്കിയിട്ട് പറയാണ്, യഥാർത്ഥത്തിൽ ഒരു പഴമ്പില്ലൊടിക്കുകയാണ്. അതായത് സീതാസ്വയംവര സമയത്ത് ചാപഭഞ്ജനം ചെയ്തുവല്ലോ, അത് ഒരു പഴമ്പില്ല്, അതായത് ഒടിയാറായ ബില്ലെടുത്ത് ഒടിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് രാമൻ്റെ കേമത്വം നിന്ദിച്ചു. അവസാനത്തിൽ ക്രോധിച്ച് വാളെടുത്ത് വെട്ടാൻ നോക്കിയപ്പോൾ മണ്ഡോദരി ഒന്ന് തടഞ്ഞു. ഒന്ന് തന്നെയാണ് വനത്തിൻ്റെ ചമ്പൂരുള്ളത്. അവിടെ മണ്ഡോദരിൻ്റെ വാക്കൊക്കെ വളരെയധികം നാടൻ ഭാഷയിലാണ്. പൊട്ടാ പിരാന്ത എന്നൊക്കെയാണ്. പ്രാന്തൻ ഉള്ളവനെ, നീ യഥാർത്ഥത്തിൽ എത്രയോ സ്ത്രീകൾ നിന്നൊരു കാമത്തോടു കൂടി ഇരിക്കുമ്പോൾ നിന്നോട് കാമമില്ലാത്ത ഇവിടെ എത്തിക്കാൻ പോകുന്നത് എന്ത് വിഡ്ഢിത്താണ് എന്ന് പറഞ്ഞ് ആ ഭർത്താവിനെ പിന്തിരിപ്പിച്ചു. ഇത്രയാണ് ഉദ്യാന പ്രവേശം എന്നുള്ള ഭാഗത്തുള്ളത്. പിന്നെ അങ്കുലിയാങ്കം എന്നുള്ള ഭാഗത്താണ് യഥാർത്ഥത്തിൽ സീത അപഹരിക്കപ്പെട്ട ശേഷം രാമലക്ഷ്മണന്മാരെന്ത് ചെയ്തു, അവർ സുഗ്രീവനായിട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ പിന്നീടാണ് ഗ്രന്ഥത്തിൽ കാണാൻ. ഈ ഒരു വ്യത്യാസമാണ് ചമ്പൂരുള്ളത്. എന്നാൽ രാവണൻ സീതയെ അപഹരിച്ചതിന് ശേഷം സീതയോട് എന്തൊക്കെ ചെയ്തു, സീത എങ്ങനെ കഴിച്ചു കൂട്ടി ഇത് വർണ്ണിച്ചതിന് ശേഷമാണ് കിഷ്കിന്ധയിൽ നടന്ന സംഭവങ്ങളും വാനരന്മാരെ അയക്കുന്നതും വാനരന്മാർ യാത്ര ചെയ്ത് പല ദിക്കിലും എത്തി അവസാനം കടൽക്കരയിൽ എത്തിച്ചേരുന്നു. അതിലൊന്നും കഥയിലെ പ്രധാന ഭാഗത്തിൽ വ്യത്യാസം വരുത്തില്ല, വർണ്ണന വളരെയധികം പൊലിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അങ്കുലിയാങ്കം എന്നുള്ള ഭാഗത്താണ്. അവിടെയാണ് സീത രാമൻ്റെ അങ്കുലിയം സ്വീകരിക്കുന്നു, തൻ്റെ അടയാളമായിട്ട് ചൂടാമണി കൊടുത്തേക്കുന്നൊക്കെ വർണ്ണിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് സുന്ദരകാന്ഡത്തെ മറ്റ് രാമായണങ്ങളിൽ വർണ്ണിച്ചുള്ളത്. അത് വിശദമായി പറയാൻ തന്നെ ആ ഭാഗങ്ങളൊക്കെ ഉദ്ധരിക്കണം. അങ്ങനെ തുടങ്ങിയാൽ നമുക്ക് അനവധി സമയം അതിനുവേണ്ടി എടുക്കേണ്ടി വരും. അത് കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് വളരെ ചുരുക്കി പറഞ്ഞത്. ഇങ്ങനെ സുന്ദരകാന്ഡം സാമാന്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത പ്രഭാഷണം മുതൽക്ക് യുദ്ധകാന്ഡത്തിലേക്ക് പ്രവേശിക്കാം. ആ ഭാഗങ്ങളൊക്കെ തുടർന്ന് കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.